പോൾ ഡയറിയിലേക്ക് സ്വാഗതം. ചൂടേറിയ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. എല്ലാ തെരഞ്ഞെടുപ്പുകളും ചൂടേറിയതാണ്. എന്നാൽ ഇത്തവണ സ്ഥിതി അല്പം വ്യത്യസ്തമാണ്. തെരഞ്ഞെടുപ്പിൻ്റെ ചൂട് വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചുള്ള അവ്യക്തതയും കൂടി വരുന്നു. ആകെ കുഴഞ്ഞു മറിഞ്ഞ രാഷ്ട്രീയ അന്തരീക്ഷമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. സാധാരണ കേരളത്തിൽ ഒരു പതിവുണ്ട്. ഒരു തവണ UDF എങ്കിൽ അടുത്ത തവണ LDF. മുന്നണികളെ മാറി മാറി അധികാരമേൽപ്പിക്കുന്നതാണ് കേരളത്തിന്റെ രീതി. ഇന്നത്തെ രൂപത്തിലുള്ള മുന്നണി സംവിധാനം രൂപം കൊണ്ട 1980-കൾ മുതൽ കണ്ടുവരുന്നതാണ് ഈ രീതി. എന്നാൽ ഇത്തവണ ചിത്രം അതല്ല. പ്രതിപക്ഷത്തിരിക്കുന്ന ഇടതുമുന്നണിക്ക് അനായാസം വിജയിക്കാമെന്ന പ്രതീക്ഷ തീരെയില്ല. ഇത്തവണ ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് UDF നേതാക്കൾ ആവർത്തിച്ചു പറയുന്നുണ്ടെങ്കിലും ആ അത്ഭുതം സംഭവിക്കുമെന്ന് അവർക്കും ഉറപ്പില്ല. BDJS എന്ന കക്ഷിയുമായി സഖ്യമുണ്ടാക്കി കേരളത്തിൽ പുതിയ ഒരു പരീക്ഷണത്തിന് തുനിയുന്ന BJP വലിയ പ്രതീക്ഷയിലാണ്. BJPക്ക് ഒരു നിർണായക ശക്തി എന്നുള്ള നിലയ്ക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വളരെയേറെ മുൻതൂക്കമുണ്ട്. LDFും UDFും മാത്രമായിരുന്നു കഴിഞ്ഞ കേരളത്തിൽ രാഷ്ട്രീയ രംഗത്ത് ഇവിടെ വാശിയേറിയ മത്സരം കാഴ്ചവെച്ചുകൊണ്ട് നേരിട്ടുള്ള മത്സരം എന്നുള്ള ഒരു രീതിയിൽ തെരഞ്ഞെടുപ്പിനെ നമ്മൾ നോക്കിക്കണ്ടത്. പക്ഷേ ഇപ്രാവശ്യം അതല്ല. ഈ രണ്ട് മുന്നണികളോടുമുള്ള ജനങ്ങളുടെ ഒരു വലിയ വെറുപ്പും നിഷേധാത്മകമായ നിലപാടും ഒരിക്കലും ഈ മുന്നണി ഇനി കേരളം ഭരിക്കേണ്ടതില്ല എന്നുള്ള അവരുടെ തീരുമാനവും പ്രതിഫലിക്കുന്നതാണ് വാസ്തവത്തിൽ കേരളത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ജനവികാരം. അതിനെ മുഴുവൻ തന്നെ ഉൾക്കൊണ്ടുകൊണ്ടും സാംശീകരിച്ചുകൊണ്ടും പ്രതിഫലിപ്പിച്ചുകൊണ്ടുമാണ് ഭാരതീയ ജനതാ പാർട്ടി ഇക്കുറി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയേറെ വിവാദം സൃഷ്ടിച്ച മറ്റൊരു ഭരണകൂടം മുൻപുണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. ബാർക്കോഴയിൽ ബിജു രമേശും സോളാർ തട്ടിപ്പിൽ സരിതാ നായരും നടത്തിയ വെളിപ്പെടുത്തലുകളും ആരോപണങ്ങളും ഞെട്ടിക്കുന്നതായിരുന്നു. ആരോപണങ്ങൾക്ക് അധികകാലത്തെ ജീവനില്ല. ആ സത്യം മാത്രമേ ശാശ്വതമായി നിലനിൽക്കൂ. ഈ അരുവിക്കര തെരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അന്ന് ഇതിൻ്റെ ഒരു പാരമ്യത്തിലെത്തി നിൽക്കുകയായിരുന്നു. ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതിയുടെ കാര്യമാണെങ്കിലും അതുപോലെ തന്നെ സരിതാ പ്രശ്നം, ഇതൊക്കെ ബാർക്കോഴ, ഇതിൻ്റെയൊക്കെ പേരിൽ ആയിരുന്നു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പ്രതിപക്ഷം ഗവൺമെൻറ്റിനെതിരെ UDF സ്ഥാനാർത്ഥിക്കെതിരെ പ്രചരണം നടത്തിയത്. ആ പ്രചരണങ്ങൾ ജനങ്ങൾ വിശ്വസിച്ചിരുന്നുവെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ശബരിനാഥ് പരാജയപ്പെടേണ്ടതില്ലേ. ആരോപണങ്ങൾ കൊണ്ട് ഈ സർക്കാരിനെ, ഈ ഗവൺമെൻറ്റിനെ വരിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിക്കാൻ നടത്തിയ ശ്രമങ്ങളെല്ലാം കഴിഞ്ഞു. അതൊന്നും ഇനി ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അതൊന്നും പ്രയോജനപ്പെടാം. വൻ വിവാദങ്ങൾ എന്നതുപോലെ ഇത്രയേറെ വികസനം നടപ്പായ കാലഘട്ടവും കേരളത്തിന്റെ ചരിത്രത്തിൽ അപൂർവമാണ്. 2 ദശാബ്ദമായി കേരളം കാത്തിരുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ പണി ആരംഭിച്ചു. കണ്ണൂർ വിമാനത്താവളത്തിൽ വിമാനമിറക്കി. കൊച്ചിയിൽ കേരളത്തിന്റെ സ്വപ്നമായ മെട്രോ പരീക്ഷണ ഓട്ടം നടത്തി. സ്മാർട്ട് സിറ്റി ഉദ്ഘാടനം ചെയ്തു. ഒരിക്കലും നടക്കില്ലെന്നു കരുതിയ കരമന കളിയിക്കാവിള റോഡ് വികസനം സാധ്യമായി. ഈ വികസന കുതിപ്പിന്റെ പളപളപ്പിൽ അഴിമതിക്ക് നേരെ ജനങ്ങൾ കണ്ണടയ്ക്കുമോ എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ചോദ്യം. ഷോപ്പിംഗ് മാളുകളും ഫ്ലൈ ഓവറുകളും അമ്പലചുംബികളായ കെട്ടിടങ്ങളും മാത്രമാണ് വികസനം എന്ന് ഉമ്മൻചാണ്ടിക്ക് കരുതാം. അതിന് അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങൾ ഈ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ കൂടെയാണ്. ഈ 5 വർഷക്കാലം കൊണ്ട് അവരുടെ ജീവിതത്തിൽ സ്ഥായിയായി എന്തു മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നതാണ് വികസനത്തെക്കുറിച്ചുള്ള ഞങ്ങളുടെ സങ്കല്പത്തിൽ പ്രധാനം. ഇവിടെ ജനങ്ങൾക്ക് അതിൻ്റെ രാജ്യത്തിൻ്റെ വളർച്ചാ നിരക്കിൽ അത് മൂലമുണ്ടാകുന്ന സമ്പത്തിൽ അതിൻ്റെ ഷെയർ എത്ര ജനങ്ങൾക്കെത്തി? ഇവിടെ കാർഷിക മേഖലയിൽ നെഗറ്റീവ് ഗ്രോത്താണ്. വികസനം നടന്നു എന്ന് പറഞ്ഞാൽ ആ കാർഷിക മേഖലയിലും വ്യാവസായിക മേഖലയുമാണ് ഇവിടെ തൊഴിലും വരുമാനവും നൽകുന്നത്. ആ തൊഴിലും വരുമാനവും നൽകുന്ന എല്ലാ മേഖലകളിലും 5 വർഷക്കാലം UDFിൻ്റെ ഭരണത്തിൻ്റെ ഫലം നെഗറ്റീവ് ഗ്രോത്താണ്. തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ കേരളത്തിലെ പ്രബലമായ 2 മുന്നണികളും ഏതാണ്ട് തുല്യബലത്തിലാണ്. 2011 കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFിന് 72ഉം LDFിന് 68ഉം സീറ്റാണ് ലഭിച്ചത്. ഭരണം നേടാനുള്ള മാന്ത്രിക സംഖ്യയായ 71 കഴിഞ്ഞ് ഒരു സീറ്റ് മാത്രം കൂടുതൽ. ആകെ 0.9% വോട്ട് മാത്രമാണ് UDFിന് കൂടുതൽ ലഭിച്ചത്. ഇടതുമുന്നണി വൻ മുന്നേറ്റം നടത്തി എന്ന് തോന്നിക്കുന്ന കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും 1.58% വോട്ടിന്റെ വ്യത്യാസം മാത്രമേ 2 മുന്നണികൾക്കും ഉണ്ടായുള്ളൂ. അതായത് നേരിയ ഒരു കാറ്റു മാത്രം മതി തെരഞ്ഞെടുപ്പ് ഫലത്തെ അട്ടിമറിക്കാൻ എന്നർത്ഥം. BJP BDJS സഖ്യം ഇരു മുന്നണികളെയും ഭയപ്പെടുത്തുന്നത് ഇതിനാലാണ്. RSSും കോൺഗ്രസും ഒരു പ്രത്യേക ദിശയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് 2 കൂട്ടരെയും
പ്രേരിപ്പിക്കുന്നത് രണ്ട് വിഭാഗത്തിനും വന്നിട്ടുള്ള തകർച്ചയാണ്. അപ്പോൾ സ്വന്തം കരുത്തിലൂടെ തങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനാവില്ല എന്നത് അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പരസ്പര സഹായമാവാം എന്ന ചിന്തയാണ് അവരിൽ വന്നിട്ടുള്ളത്. ഇതിനുള്ള ഒരു ഇടനിലക്കാരനായിട്ടാണ് വെള്ളാപ്പള്ളിയെ RSS ഉപയോഗിക്കുന്നത്. എന്നാൽ ഉമ്മൻചാണ്ടിക്കും വെള്ളാപ്പള്ളിയെ ഇടനിലക്കാരനായി ഉപയോഗിക്കുന്നതിന് ഒരു വിഷമവുമില്ല. അപ്പോൾ നല്ല ഒരു ഇടനിലക്കാരൻ്റെ റോൾ വഹിക്കാനാണ് വെള്ളാപ്പള്ളി തയ്യാറാകുന്നത്.